പണ്ടാരം എന്റെ അച്ഛൻ ഇത് നടക്കണല്ല. ഇത് 3 മാസം ഇതിനകത്ത് ഇതൊരു സംഭവം കയറ്റാനുണ്ട്. 4 മാസോ 5 മാസമായി അയാള് തയ്യൽ പഠിക്കാൻ വന്നേക്കുന്നു. എന്റെ അച്ഛൻ എനിക്ക് പറ്റില്ല. ഞാൻ തയ്യൽ എന്ന് പറയുന്ന മണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. പിന്നെ അച്ഛൻ ചെയ്യണതാ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതിനെ തെളിയിക്കാം. എങ്ങനെ? ഇതെല്ലാം കണക്കായത്. എന്ത് കണക്ക്? ഇത് കണക്കല്ല, അച്ഛൻ കണക്കാ. എന്നെ പോലെ സൗന്ദര്യമുള്ളൊരു മകനെ ഉണ്ടാക്കിട്ടിട്ട് ഇവിടെ ഞാൻ തയ്ക്കണം, കൈ വെട്ടണം, കരുത്ത് വെട്ടണം, അച്ഛൻ പോക്കറ്റ് അടിക്കുന്ന ആളാന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. കണക്ക് പഠിച്ചെങ്കിൽ മാത്രമേ ഈ തയ്യൽ പണിക്കകത്ത് നടക്കത്തുള്ളൂ. അങ്ങനെ എന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൊണ്ടെടുത്തു. പുള്ളി കണക്കിനെല്ലാം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് കണക്കറിയോ? പിന്നെ എനിക്ക് കണക്കറിയല്ല. ഒരു കണക്ക് ചോദിച്ചേ. ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ? ചോദിച്ചോ. 39ന്റെ 4 എത്ര? 39ന്റെ 4 എത്ര? അതാണ് കുഴപ്പം. ഈ 4 ചിന്തിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും ഈ ഫുള്ള് 4 ചിന്തയാണ്. 4 സെൽഫി ഒക്കെ എടുത്തിരിക്കാം. ഈ കടയില് ഞാൻ അച്ഛനെ ഇതൊന്നും AC ആക്കാൻ പാടില്ലേ? ഈ ചൂടത്തിരുന്ന് മനുഷ്യൻ നരയിക്കണേ ഇവിടെ. പിന്നെ അതിന് വെളിയിലോട്ട് ഇറങ്ങി നിന്ന പോരെ? വെളിയിലോട്ട് ഇറങ്ങി കറുത്തു പോവില്ലേ? അയ്യോ, എന്തൊരു സൗന്ദര്യമുള്ളവനാണ്. നിങ്ങളെ ഒന്നും ഇരിക്കണ്ടാവും. അച്ഛനമാനെന്താ രാവിലെ തന്നെ എന്താ വഴക്കെന്താ? അത് ഞങ്ങൾ അച്ഛനും നിങ്ങളാ? ഞാനിവിടെ എന്നാ ഞാൻ പോവല്ലേ? അല്ലല്ല, ഞാനിവിടെ പാന്റ് തയ്ക്കാൻ വേണ്ടി പാന്റ് തയ്ക്കാൻ വേണ്ടി. നിങ്ങളാണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട? പുള്ളി അച്ഛനായിട്ട് വരും, മകന്റെ അച്ഛനായിട്ട് വരും. അപ്പൊ എനിക്കൊരു പാന്റ് തയ്ക്കണായിരുന്നു. പാന്റ് എങ്ങനത്തെ പാന്റ് വേണം? ഇല്ല, ഞാൻ സംസാരിച്ചോളാം. നിനക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? പിന്നെ നീ കിടന്ന് എന്തിനാ പിടയ്ക്കുന്നത്? എനിക്ക് പുള്ളി ഞാൻ വരുമ്പോ ഒക്കെ കണ്ടുവിടുന്നു. മറ്റേ ഇപ്പഴേ നൂല് പോക്കാനേ അറിയാവൂ. വേറൊന്നും അറിയില്ല. ഒന്നും അറിയത്തില്ല. ഇയാളുടെ ഇരുത്തും പാവൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇയാള് ഇവിടുത്തെ മെയിൻ പണിക്കാരനാണ്. ഒന്നും അറിയില്ല. സൗന്ദര്യം തന്നോ എനിക്ക്? എന്താ അപ്പുറത്തെന്താ? അത് മറ്റേ ഇതന്നെ നമ്മുടെ ഇത് എഴുതാനായിട്ട് പെൻസിൽ. അവന്റെ ചെവി കണ്ട മകന്റെ പോക്ക് നോക്കി എങ്ങോട്ടാണ്. ഇവനെ ഒന്ന് ശരിപ്പെടുത്തി എടുത്തിട്ട് വേണം നമുക്കൊന്ന് കണ്ണടയ്ക്കാൻ. അത് ഈ ജന്മം നടക്കുമോന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ചേട്ടന് ആയുസ് കുറെ കൂടി. എന്നാലും ആ കണ്ണൊന്നും അറിയത്തില്ല അത്ര പെട്ടെന്ന്. അങ്ങനെ പറഞ്ഞു കൊല്ലി. അപ്പൊ എന്റെ പാന്റ് തയ്ക്കണം. എനിക്കൊന്ന് അളവ് എടുക്കാണ്ട്. അളവ് എടുക്കാം. അളവ് അച്ഛനെടുക്കാം. എടുക്കോ? അല്ല, അച്ഛനെടുത്തത്. അളവെടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിലെ പോവാൻ ഒരാൾക്ക് പോകാനുള്ള വഴിയില്ല. ഇത് ഞാൻ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അച്ഛൻ ടൈറ്റ് കിട്ടേക്കണം. അങ്ങനെയാണ്. നിന്നെ അത്ര വിശ്വാസമാണ്. ജീൻസൊക്കെ ഇടണം. നല്ല പാന്റ് വല്ലതും അല്ല. ഇനി എനിക്ക് എന്താ ചെയ്യണേ? ഞാൻ എവിടെ കണ്ടിട്ടില്ല. ഞാനോ? ഞാനൊരു സിനിമയൊക്കെ ചെയ്യാനുള്ള പരിപാടി. നിങ്ങള് എന്താ സിനിമയായിട്ട് എന്തെങ്കിലും താല്പര്യമുള്ള ആളാണോ? ഭയങ്കര ആവേശത്തോട് ചോദിക്കും. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ നമ്മുടെ യുവഭാരതി ആർട്സ് ക്ലബൊക്കെ ഇല്ലേ, ആ ക്ലബിലൊക്കെ എന്തോരം നാടകം കളിച്ചിടന്നാണ്. ഈ അച്ഛൻ എന്നെ പിടിച്ച് ഇവിടെ കിട്ടി. എന്തായിരുന്നു വേഷം? എന്തായിരുന്നു വേഷം? ഹനുമാൻ. ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി. പിന്നെ ബെസ്റ്റ് ആക്ടർ കിട്ടാതിരിക്കില്ല. അത്രയ്ക്ക് ഐശ്വര്യമുള്ള മുഖം. ഇതിന്റെ എല്ലാം മുതൽ പിന്നെ വേഷം ഇടേണ്ട അതിന് ബുദ്ധിയുണ്ട്. ഞാൻ കണ്ടറിഞ്ഞു. ചേട്ടാ, അപ്പൊ ഇതൊന്ന് നമുക്ക് അടിപൊളിയാവണേ. അതെ, സൂപ്പർ ആണ്. അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ആ പുറയിൽ കയറി കത്രിയോടെ ഇരിപ്പുണ്ട്. അടിപൊളിയായിരിക്കും. നമ്മുടെ കടയുടെ പേരും സൂപ്പർ. കടയുടെ പേര് അപ്പൊ എന്തായാലും സൂപ്പർ ആയിരിക്കും. പിന്നെ ചേട്ടൻ ഇവിടെ എപ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ കട? എത്ര വർഷം മുമ്പാ? ഞാൻ പയ്യക്കട സ്റ്റാർട്ട് നിർത്തിയപ്പോ മോൻ ജനിച്ചിട്ടേ ഇല്ല. മോൻ ജനിച്ചിട്ടില്ല? അവനല്ല, മോൻ ജനിച്ചിട്ടേ ഇല്ല. ഞാൻ ജനിച്ചിട്ടില്ല. കൊള്ളാം. അപ്പൊ അത്രയും 80 തയ്യക്കട തുടങ്ങിയത്. 80-ല്. അന്ന് എവിടെയായിരുന്നു? ഇവിടെ തന്നെ ആയിരുന്നു? അല്ല, വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ കുറെ നാൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഗൾഫിൽ പോയി തെണ്ടി തിരിഞ്ഞു കുത്തിയോളം എഴുത്തു. ഗൾഫില് അതല്ലല്ലോ പ്രധാനപ്പെട്ട പണി. അവിടെ ഇഷ്ടംപോലെ ജോലിയൊക്കെ ഉണ്ടാവുമല്ലോ. തയ്യൽ പണി കിട്ടിയില്ലേ അവിടെ? അവിടെ തയ്യൽ പണിയില്ലേ? തയ്യൽ പണിയായിരുന്നു. പിന്നെന്താ അവിടെ പോയിട്ട് പച്ചടിക്കായിരുന്നു? അറിയില്ലേ? അറബി കൊണ്ടുവന്നിട്ട് മറ്റേ എന്താ അറബിയുടെ ഡ്രസ്സിന്റെ പേരെന്താ പറഞ്ഞ? അതൊക്കെ അറിയാൻ ഞാൻ ഇവിടെ അല്ല, അറബിയുടെ ഡ്രസ് ഉണ്ടല്ലോ, എന്താ കോട്ട് പോലെ മേലിട അറബിയുടെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തു. എന്നിട്ട് ഈ പുള്ളി ഇവിടെ നാട്ടിലെ പെണ്ണുങ്ങളെ ബ്ലൗസ് ഒക്കെ ഈ നൈറ്റി ഒക്കെ അടിക്കല്ലേ, അറബിയുടെ അവിടെ ചിറകും വെച്ചുകൊടുത്ത് അറബി അവിടെ ഓടിച്ചിട്ട്. അപ്പൊ അങ്ങനെയാണ് വിമാനത്താവളം ഇടിച്ചെന്നാണ് അവിടെ അറബി പറയുന്നത്. ഇവ പറയുന്നത് സത്യമാണോ? ചെറിയ പ്രശ്നം. ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന് ഗുളിക കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് എടുത്ത് കൈ കൊടുത്തേക്ക് മാത്രം കഴിക്കില്ല. ഇല്ല, കഴിക്കില്ല. ഇത് നല്ല പൈസയുടെ തുണിയാണ്. ദയവായിട്ട് നിങ്ങൾ ഇവന്റെ കയ്യിൽ ഇത് കൊടുത്തേക്കില്ല. വലിയ പ്രശ്നമാവും ഇത്. അപ്പൊ ചേട്ടൻ ആദ്യമായിട്ട് ഈ 80-ല് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ഒരു പാന്റ് തയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ഷർട്ട് തയ്ക്കാനൊക്കെ എത്രയായിരുന്നു അന്ന് കാശ്? അന്ന് ഒരു പാന്റ് തയ്ക്കുന്നതിന് 30 രൂപ. 30 രൂപ. ഇന്നൊരു പാന്റ് തയ്ക്കുന്നതിന് 350 രൂപ. ഷോ, അത്രേ ഉള്ളൂ അല്ലേ? നടുവിലൊരു 5 വന്നേ ഉള്ളൂ. നടുവിലൊരു 5 വന്നേ. അതൊക്കെ വരും. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പഴയ പോലെ നമ്മള് പണ്ടത്തെ കാലം, ഇപ്പൊ നിങ്ങൾ പറയുന്ന കാലൊക്കെ ഒരുപാട് ആളുകൾ പുതിയ തുണിയായിട്ട് വരും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ശരീരത്തിന് ചേർന്ന് നിൽക്കുന്ന നല്ല ഫിറ്റായിട്ട് ഉള്ള രീതിയിലാണ് അവർ
തയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. അതെ. ഇന്നിപ്പോ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് നിങ്ങളെ തയ്യൽ എന്ന് പറയുന്ന ഒരു സംരംഭത്തിന്, ഒരു വ്യവസായത്തിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, കുറെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് സ്കൂൾ വർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല. അതാണ് നിങ്ങളുടെ ഒരു സീസൺ. കള്ളുകുടിയന്മാരുടെ തുണി വാങ്ങിക്കാതിരുന്നാ മതി. കള്ളുകുടിയന്മാരുടെ തുണി വാങ്ങിച്ചാൽ അത് ഇവിടെ തൂങ്ങി കിടക്കും. അപ്പൊ ഇതൊക്കെ പക്ഷെ അതിന്റെ ഉത്തരവാദി ആരാന്നറിയോ? അതിന്റെ ഉത്തരവാദി ആരാന്നറിയോ? നമ്മുടെ സർക്കാർ. അവര് സാധനത്തിന് വില കൂട്ടും. വില കൂട്ടുന്നുണ്ട്, അവർക്ക് വാങ്ങിക്കാൻ സാധനം വാങ്ങാൻ പോകും. ഇത് കൊണ്ടുവരാൻ, അതെ, ഇത് കൊണ്ടുപോകാൻ വേണ്ടി പൈസ ഉണ്ടാവില്ല. അപ്പൊ അത് ഇവിടെ കിടന്നു പോകും. അത് പിന്നെ നമ്മൾ ആർക്കെങ്കിലും ഇവൻ പെരുക്കി ആർക്കാണ്ടൊക്കെ കൊടുക്കാൻ തോന്നും. വേറെന്തോ കൊടുക്കണം. അവൻ പെരുക്കി ആർക്കാണ്ടൊക്കെ കൊടുക്കാം. പോട്ടെ. തയ്യൽക്കാരുടെ ഒരു ഡിമാൻഡ് എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്? പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോ ഇപ്പൊ സിനിമയുടെ കാര്യം തന്നെ എടുക്കാം. സിനിമയിൽ ഒരു തയ്യൽക്കട ഉണ്ടാവാറുണ്ട് പണ്ട്, ഒരു ബാർബർ ഷോപ്പ്, ഒരു ഹോട്ടല് എന്നൊക്കെ പറയുന്ന തയ്യൽക്കട ആളുകളൊക്കെ വന്ന് ഇരുന്ന് നേരം പോക്ക് കൂടി പറഞ്ഞു പോകുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. ഇപ്പോഴും ഇവിടെ ആളുകളൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോകാറുണ്ട്. ആളുകളൊക്കെ വരാറുണ്ട്. നാട്ടിലെ അത്യാവശ്യ വർത്തമാനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നതല്ലേ? ഇവിടുന്നൊക്കെ കിട്ടും. അപ്പൊ രഹസ്യങ്ങളൊക്കെ പറയും ചേട്ടൻ. അപ്പൊ ശരിക്കും കുറെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ചില ആളുകളൊക്കെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല. രഹസ്യം സൂക്ഷിക്കാനൊന്നും പറ്റില്ല. ഒരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല. അത് ശരി. അമ്മ അച്ഛനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോ നാട്ടുകാരോട് പറയും ഒരു രഹസ്യം അറിയാൻ പാടില്ല. അത് ശരി. അപ്പൊ നിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താ? നീ എന്ന് വിളിക്കരുത്. നീ പിന്നെന്താ പേരെന്താ? പ്രിൻസ്. ശരിക്കും പേര് പ്രിൻസ് ഭാസ്കർ. പ്രിൻസ് ഭാസ്കർ. ശരിക്കും പേരെന്താ? അവന്റെ ഭാസ്കർ എന്നല്ലേ? ഭാസ്കർ ആക്കിയോ? ബെനിഫിറ്റ് എന്തായാലും പേര് വെച്ചപ്പോ മൂത്ത് കണ്ട പൂച്ച പൂച്ച അപ്പൊ ഭാസ്കറിന്റെ പരിപാടി എന്താ? തയ്യൽ പഠിക്കണം എന്നാണോ? അല്ല തയ്യൽ പഠിക്കണമെന്നുള്ളതല്ല, എനിക്കൊരു സിനിമയിലൊക്കെ വരണമെന്നുള്ള ആളാണ് ഞാൻ. എത്ര സൗന്ദര്യം ഹനുമാന്റെ വേഷം വരുമ്പോ ഞാൻ എന്തായാലും വിളിക്കാം. പറഞ്ഞോളൂ. അതല്ലേ? എനിക്ക് വേറൊരു ഫേസ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ശരി. പിന്നെ ചേട്ടാ, അപ്പൊ ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ഇപ്പോഴും തയ്ച്ചിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ കാര്യവും പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരുപാട് പേര് ഈ തുണി തയ്ക്കാൻ ഇതെന്തിനാ ഇത് വെച്ചേക്കണം? കൊല്ലാൻ വേണ്ടിയാ? ഈ സൂചി കൈയെ കുത്തി കയറുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഈ ആളുകൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും അബദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു? ഒരു പ്രശ്നമില്ല. കുളിച്ചെടുത്ത് കൂമ്പിടിച്ചിട്ടേ തുണി കൊടുത്തില്ല ആളുകൾ പ്രശ്നം ഉണ്ടാക്കും. അതെങ്ങനെ? തുണി കൊടുക്കാതിരിക്കാറുണ്ടോ? കൊടുക്കാതിരിക്കാനല്ല, തയ്ച്ച സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അവര് ചൂടാവും. അപ്പൊ പിന്നെ നമ്മുടെ ഈ മണ്ടപ്പല്ല് കൊണ്ടുള്ള ചിരി കേൾക്കുന്നുണ്ട്. അവരങ്ങ് ചേട്ടന്റെ ചിരിയാണ് ആയുധം. അപ്പൊ ആളുകള് ചൂടാകുമ്പോ ചേട്ടനങ്ങ് നിഷ്കളങ്ക. വേറൊരു കോമഡി ഉണ്ട്. ചിരിയാണ് ആയുധം എന്ന് പറയാൻ അറിയാം. ഒന്ന് ചിരിച്ചേ. ചിരിച്ചാ ഇവിടുന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടില്ല, ഇങ്ങോട്ട് ഫ്രീ ആവില്ല. അത് ഓരോ നാട്ടുകാർ പിഴുതെടുത്താ തയ്ക്കാത്തോണ്ടും ശരിയാണ് ഇതൊക്കെ. അപ്പൊ അതുപോലെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളെ പിന്നെ ആളുകള് ഈ ഒരുപാട് തുണിയൊക്കെ കൊണ്ടുവരും, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാതിരിക്കാറുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ ചില ആളുകള് പിന്നെ തയ്ക്കാൻ വേണ്ടി വരും, ഇതൊക്കെ ഇതുപോലെ അളവൊക്കെ എടുക്കും, എന്നിട്ട് പോയിട്ട് മകനെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ പറഞ്ഞോളൂ അതൊന്നും അവന്റെ കയ്യിൽ കൊടുക്കണേ, കാശ് ഞാൻ പിന്നെ തരാന്നൊക്കെ, അങ്ങനെയുള്ള ആളുകളൊക്കെ വരാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ശരി. അപ്പൊ ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? എന്തുവാണ് ഇത്? എന്തൊരു വൃത്തികെട്ട എന്റെ തുണി പോയി, ഞാൻ അത്ര പൈസ വരാതിരിക്കാവോ? നിനക്കൊരു ബോണ്ടായി ഒരു ചായ വാങ്ങിച്ചു തരാം, നീ ഇങ്ങോട്ട് വരാതിരിക്കാൻ. ഒരു ബോണ്ടായി ഒരു ചായ വാങ്ങിച്ചു തരാം, ഇങ്ങോട്ട് വരാതിരിക്കാൻ. രാവിലെ വീട്ടിൽ നിന്ന് വന്ന പറയുമ്പോൾ പറഞ്ഞാ ബോണ്ടേ ചായ, ഇതിനൊക്കെ 9 ബോണ്ടേ 4 ചായ കുടിച്ചിട്ടാണ് എന്റെ അടുത്ത് വർത്താനം പറയണം. ഈ കടന്നു നോക്കാനായിട്ട് സെക്യൂരിറ്റിനെ പോലെ എന്നെ നിർത്തിയേക്ക്. തന്തേനെ എത്ര തന്ത ഇതിനാ മറ്റേ ഹനുമാന്റെ വേഷം ഞാൻ കട്ട് ചെയ്തിട്ടാ. കട്ട് ചെയ്ത് ഞാൻ എന്റെ തുണി വൃത്തിയിടാക്കി. ഞാൻ അവനോട് സംസാരിക്കുന്നില്ലേ, ചേട്ടനോട് സംസാരിക്കും. സ്കൂൾ കുട്ടികളുടെ ഒരു ടൈം എന്ന് പറയുന്നത്, സ്കൂൾ തുറക്കുമ്പോ അതാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട സീസൺ. അപ്പൊ അത് കൂടാതെ വേറെ എന്തെങ്കിലും സീസൺ ഉണ്ടോ? ഒരുപാട് തയ്ക്കുന്ന ടൈം സീസൺ നമുക്ക് ഓണം. പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ പ്രാധാന്യം ഇല്ല, അതൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. അല്ല, അഥവാ കൊണ്ടുവന്നാലും ആരും മാറ്റിട്ട് പോകത്തില്ല. എന്താ ഇതുപോലെ മറന്നു ഒരു ഷർട്ടിന്റെ തുണി ഇവിടെ കൊണ്ട് തന്നു, ഞാനത് തയ്ച്ചു വെക്കുമ്പോഴായിരിക്കും മോന്റെ പെങ്ങള് ഷർട്ട് കൊണ്ട് തരുന്നു. അപ്പൊ പറയാം ഇത് അവിടെ കിടക്കട്ടെ. അതങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് തയ്ക്കാൻ കൊണ്ടുവന്ന സമയത്ത് അത് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും നല്ല റെഡിമെയ്ഡ് വസ്ത്രങ്ങളായിട്ട് ഇതിവിടെ കിടക്കും, അതങ്ങനെ പോകും. പിന്നെ ട്രെൻഡിനെ കുറിച്ച് ചോദിക്കാനുണ്ട്. ട്രെൻഡ് അതായത് ഒരു സമയത്ത് ബെൽ ബോട്ടൺ പാന്റുകൾ വന്നിട്ടുണ്ടായി, നമ്മുടെ ജെൻ സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ടാവും. അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്? ആളുകൾ ഇപ്പൊ എല്ലാവരും സ്കിൻ ഫിറ്റ് ആയിരിക്കും. സ്കിൻ ഫിറ്റ് തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. ബ്രാൻഡുകളോട് അത് പാന്റിന്റെ പുതിയൊരു ട്രെൻഡാ. എന്റെ ഒരു പേര് നെയിം പറയുന്നത് സ്കിൻ ഫിറ്റ്. നമ്മുടെ ശരീരത്തോട് ഞാൻ പറയുന്നത് വേറൊരു കാര്യം. അതുപോലെ ഇവിടെ വരുന്ന ചെറുപ്പക്കാരെന്തൊക്കെ പറയാറുണ്ട്,
ചെറുപ്പക്കാർ വരാറുണ്ടോ ഇവിടെ? ഇവിടെ ചെറുപ്പക്കാരേ ഉള്ളൂ. ചെറുപ്പക്കാരേ ഉള്ളൂ. ആ. ആ ചേട്ടനും ചെറുപ്പം തന്നെ. അല്ല നമ്മള് പ്രായം 90 വർഷം ഓക്കെ. അപ്പൊ ഇവര് വന്നിട്ട് എന്തൊക്കെ സജഷൻസാ പറയാറുള്ളത്? അളവെടുക്കുമ്പോ എന്തൊക്കെയാ പറയാറുള്ളത്? അവര് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് പറയും. നമ്മളത് ചെയ്തു വയ്ക്കും, ചെയ്തു നോക്കും. ചെറുപ്പക്കാരങ്ങനെ കൃത്യസമയത്ത് വാങ്ങിച്ചു കൊണ്ടുപോയി. ചെറുപ്പക്കാര് അത് മുമ്പേ ഞാൻ പറഞ്ഞുകൊണ്ട് കള്ളുകൂടിയന്മാരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. അതാണ് പ്രശ്നം. ആ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ബാക്കിയൊക്കെ നീറ്റാണ്. ബാക്കിയൊക്കെ കേട്ട. ചേട്ടാ അപ്പൊ എന്റെ പാന്റ് ഇപ്പൊ ഏകദേശം പാന്റ് ഇപ്പൊ അടുത്ത ആഴ്ച അങ്ങ് തന്നേക്കാം. അടുത്ത ആഴ്ച ഏതാ ദിവസം? ഇല്ലല്ലോ, ഇവിടെ ലേഡീസ് ഒക്കെ വരാറുണ്ടല്ലോ. ഇവിടെ ലേഡീസ് ഒക്കെ വരാറുണ്ടല്ലോ. അല്ല സാറിന് ഇഷ്ടപ്പെട്ട ഫുഡ് ചിക്കൻ കോഴി അതെങ്ങനെ എനിക്ക് മനസ്സിലായി? അതാണോ? കോഴിയാണോ? കോഴിയാണ്. അത് സാറിന് തിരികെ മനസ്സിലായി അവര് കോഴിയാണോ? ആക്കിയതാണല്ലോ നീ. പിന്നല്ലാണ്ട് ചേട്ടാ എനിക്കൊരു ചുരിദാർ തയ്ക്കണം. ഇവിടെ 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 ചെയ്യാലോ. തയ്ക്കുവോ? എന്നാ അളവെടുക്കണ്ടേ ചേട്ടാ? അളവ് ഞാൻ എടുക്കൂലേ. എവിടുന്ന് തന്നെ ഗൾഫിലാണോ ഹസ്ബൻഡ്? അതെ അതെ. കൂടുതലുള്ള പേരെന്താ? പേര് സോണിയ. സോറിയ. വെരി ഗുഡ് ലൈഫ്. അച്ഛാ ക്ലോക്ക് സമയം എന്താ നോക്കൂ. അച്ഛനാണേ വൈകുന്നേരം അച്ഛനായിട്ട് വരും. ഓക്കെ, വെറുതെ കൈ നീക്കിയാൽ പെട്ടെന്ന് അളവെടുക്കായിരുന്നു. അല്ല ഇവിടെ നിന്നിട്ടാണോ? ഈ റോഡിൽ നിന്നിട്ടാണോ അളവെടുക്കുന്നത്? ആൾക്കാരില്ല കാണൂലേ? അച്ഛാ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോകാം. ഞങ്ങൾ ഷർട്ട് ഇട്ടിട്ട് അളവെടുക്കട്ടെ. മേഡത്തിന് അതൊക്കെ ബുദ്ധിമുട്ടാവും അല്ലേ? അതെന്തിനാ? ഒരു കാര്യം ചെയ്യും, തുണി ഇഞ്ഞട് മോടെ അളവ് ഇവിടെ ഉണ്ട്. ഇഞ്ഞട് തുണി ഞാൻ നേരം ആള് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതേ ഇവിടെ കിടപ്പുണ്ട്. ആ അത് വെച്ചങ്ങ് എഴുതിയാ മതി. ഞാൻ കറക്റ്റ് ചെയ്യാം. നിന്റെ ഒരു കറക്റ്റിങ് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അതെ, എന്റെ ഈ ടോപ്പിന്റെ ലെങ്ത് ഇച്ചിരി ഉണ്ടല്ലോ, ഇച്ചിരി കൂടെ കൂടുതൽ തയ്ക്കണം. അതൊന്നും എടുക്കാന്നേ. പൊക്കം കൂടിയാ പിന്നെ പ്രോബ്ലം ആകരുത് അത് അല്ലേ? അത് ഈ റോഡിൽ നിന്ന് എടുക്കണ്ട നീ. അത് ഞാൻ വീട്ടിൽ വന്നാലും എടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇവിടെ മൊത്തം ടോട്ടലായിട്ട് എടുക്കാം. വേണ്ട വേണ്ട, ചേട്ടനെ കൂടി ഞാൻ ടേപ്പാ? എങ്ങനെയല്ലാത്? ഇതിന്റെ പേര് ടേപ്പ്? ഇത് ടേപ്പല്ല. ഇത് പറഞ്ഞു മേഡം പറഞ്ഞോളൂ. അല്ല ഇങ്ങനെയല്ലല്ലോ ടൈപ്പ് പിടിക്കുന്നത്. വേണ്ട, ഞാൻ ചേട്ടനെ കൊണ്ട് തയ്പ്പിച്ചോളാം. ചേട്ടൻ അതായിരിക്കും ചേച്ചിക്ക് നല്ലത്. ഓൾഡ് ഗോൾഡ് ഒന്നും അല്ല. നിങ്ങൾ വല്ല ഓയിൽസിനും കൊണ്ട് ഞാൻ വിറ്റ് കളയും. ഇങ്ങനെ അതെ, ആദ്യം ടേപ്പ് പിടിക്കാനൊക്കെ ഒന്ന് പഠിക്കും. ഞാനൊരു കാര്യം ചോദിച്ചു. അതായത് പിന്നെ ലേഡീസ് ഒക്കെ ഇവിടെ വരാറുണ്ട്. കുറെ പേരുണ്ടോ? ലേഡീസും ജെന്റ്സിന്റെ എല്ലാം പണിയുണ്ട്. എല്ലാം സ്ഥിരമായിട്ട് പണ്ട് മുതലേ അറിയുന്ന ആളുകളും ചേട്ടന്റെ ജോലിയിൽ ഉള്ള ഒരു ഫിനിഷിംഗ് ഒക്കെ കണ്ടുവരുന്ന ആളുകളായിരിക്കും കൂടുതൽ അല്ലേ? അപ്പൊ ഇവനെ പോലുള്ള ആളെ ഇവിടെ നിർത്തിച്ചു കഴിഞ്ഞാൽ ലേഡീസ് ഫാൻസ് ഒക്കെ ചേട്ടന് പോവാൻ സാധ്യതയുണ്ട്. ചേട്ടൻ ഏറ്റവും നല്ല വേറെ ഏതെങ്കിലും അവൻ നമ്പറൊക്കെ വാങ്ങും. അവൻ നമ്പറൊക്കെ വാങ്ങും. എന്തിനു നമ്പര്? അവന്റെ ആ ഫോൺ എടുത്തോടെ എനിക്ക് മനസ്സിലായി. അച്ഛാ അളവ് അളവ് പഴയ അളവിരിപ്പുണ്ടോ? അതേതാ? ഏത് പേജ് അത്? ആ പേജ് ഏതാണെന്ന് കാണിച്ചേ. ഭയങ്കര ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ എനിക്ക് ഇത്തിരി കൂടി ഒരു ഇറക്കം വേണം, ഇത്തിരി ലൂസ് അല്ല, വേണം. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ഏത് ദിവസം വന്നാ മേഡം? ബുധനാഴ്ച. ചേച്ചി ഞാൻ ലീവായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ചേച്ചിയുടെ ഡ്രസ്സിംഗ് ഒക്കെ നല്ല എന്താ പറയാ ഫാഷൻ ആയിട്ടുള്ള സാധനങ്ങളാണ്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ചേച്ചിയെ പോലുള്ള ഒരാൾ ഈ തയ്യൽക്കടയിൽ വന്ന് തയ്ക്കുന്നതിന്റെ ഒരു ഞാനേ വർഷങ്ങളായിട്ട് ചേട്ടനെ കൊണ്ട് തയ്പ്പിക്കുന്നത്. ചേട്ടന്റെ സ്റ്റിച്ചിങ് നല്ല സ്റ്റിച്ചിങ്ങാ. നാട്ടിലുള്ള എല്ലാരും പറയും അച്ഛന്റെ സ്റ്റിച്ചിങ് നല്ലതാണ്. പക്ഷെ നമുക്ക് മാത്രം അഭിപ്രായമില്ല. ഇവരൊക്കെ എങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? വീട്ടിലെ ശല്യം ഒഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ നാട്ടുകാർക്ക് എന്ത് ചെയ്യാനാ? സഹിക്കുക. അപ്പൊ ചേച്ചി പിന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചത് ഡ്രസ്സിങ് ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ഉപയോഗിക്കാറുണ്ട്, സ്റ്റിച്ചിങ് ആണ് കൂടുതൽ ഇഷ്ടം എന്നാണോ പറയുന്നത്? ആ സ്റ്റിച്ചിങ് ആകുമ്പോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുവേ. എന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് നമുക്ക് നല്ല എന്താ, നമുക്കൊരു ഇതാണ്, എടുത്തു കഴിയുമ്പോൾ നല്ല സുഖമാണ്. ഏത് കോളേജിലാണ് പഠിച്ച? വെറുതെ അല്ല ഭർത്താവ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരാത്ത. അല്ല ഇവിടെ അതറിയില്ല. അച്ഛനെല്ലാം പറഞ്ഞ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ തിരുത്തി കൊടുക്കുന്നത്. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഒന്നും പറയണ്ട. ഒന്നും പഠിച്ചിട്ടില്ല അല്ലെ? അത് എന്താ രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവനാ. ഇവിടെ കടയിൽ വരും 11 മണിയാവും. അതുവരെ നീ ഇവിടെ സർവേ എന്ത് സർവേ? സർവേ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പിള്ളേര് കോളേജിൽ പോയിട്ടുണ്ട് നമുക്ക് അതുപോലെ അവരെ ഡീൽ ചെയ്യണം. അവര് വരുമ്പോഴത്തേക്കിന് ഡീൽ ചെയ്ത് വിടണം. സർവേ സർവേ പോകണം. നോട്ടം മൗത്ത് വാഷിംഗ് പറയല്ലേ? ഇരിപ്പ് കണ്ടാലും അറിയാം. അപ്പൊ ചേച്ചി വീട്ടിലെ കുട്ടികളുടെ തുണിയൊക്കെ ഇവിടെ തന്നെ? ഞാൻ ചേട്ടൻ്റെ എല്ലാം കൊടുക്കാറ്. നല്ല മതിപ്പാട്ടോ ഇവിടെ. ശരി ചേട്ടാ, അത് എനിക്ക് ചുരിദാർ എന്നത്തേക്ക് തയ്ച്ചു തരും? ഇത് ഈ 20-ാം തീയതി തരാം. ഈ 20-ാം തീയതി തരാം. എനിക്ക് ഒരു കല്യാണം ഉള്ളതാ കേട്ടാ. അപ്പൊ എന്തായാലും എനിക്ക് 20-ാം തീയതി തരണേ. 20-ാം തീയതി തരാം. പിന്നെ ചേട്ടാ ഈ ഗൗണൊക്കെ തയ്ക്കുന്നതിന് എത്രയാ? 19-ാം തീയതി ഒന്നല്ല. ഈ ഗൗണൊക്കെ തയ്ക്കുന്നതിന് എത്രയാ? അത് നല്ല ഫുള്ളായിട്ട് വേണം. എനിക്കൊരു അതാ മോഡല് കണ്ടെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ. മോഡലാ? മോഡൽ തരാൻ ചേട്ടാ. ഞാൻ അടുത്ത ആഴ്ച വരുമ്പോ മോഡൽ തരാം കേട്ടാ. എന്തായാലും എനിക്ക് ഒരു ഗൗൺ കൂടെ തയ്ക്കാനുണ്ട്. ശരി ചേട്ടാ. അപ്പൊ എന്തായാലും മറക്കരുത്, എനിക്ക് 20-ാം തീയതി തരണേ.
ഇവരൊക്കെ സ്ഥിരം പ്രശ്നം പോകണം. നിങ്ങളിപ്പോ ഞാൻ ഒരു മൂത്രം വയ്ക്കാൻ പെട്ടെന്നൊരു നീ മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പില്ലേ പോയി എടുത്തേച്ച് വന്നു. അതൊന്നല്ല, നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ചേച്ചി ഊതി കുത്തുന്നിടത്ത് അവൻ തൂമ്പാക്കായി കുത്തി ഇറക്കുന്ന നമ്മുടെ കാര്യങ്ങളൊന്നും നാട്ടുകാരെ അറിയിക്കാം. ആ ചേട്ടാ ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ ഇതുപോലുള്ള കുറെ ലേഡീസ് ഒക്കെ ഇവിടെ വരാറുണ്ട്, ഇവർക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. ഇവനെ ഇവിടെ ചേട്ടാ സൂക്ഷിക്കാം, അവരൊക്കെ ഇനി വരാതാവും. അത് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിന്റെ ശല്യം ഒഴിയുന്നതിന് വേണ്ടി അതിന്റെ ഇറക്കി വിട്ടു. അങ്ങനെ പറയേണ്ട കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഈ ചെറുപ്പക്കാര് ഇത് എന്ത് കളറായത്? എന്താ ഓറഞ്ച് ഓറഞ്ച് ഇങ്ങനത്തെ സാധനം വെക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടത് ഇതുപോലെ നല്ല പുള്ളിയൊക്കെ ഉള്ള നല്ല അതുപോലത്തെ ഷർട്ട്. കഴിഞ്ഞ ആഴ്ച അച്ഛനില്ലായിരുന്നല്ലോ ഇവിടെ, കഴിഞ്ഞ അച്ഛൻ ബുധനാഴ്ച പോയില്ലേ, എറണാകുളത്ത് പോയില്ലേ, ആ ദിവസം ഇവിടെ കൊണ്ടുവന്ന ഭാസ്കരൻ ചേട്ടന്റെ മോൻ നമുക്ക് ഗൾഫിൽ നിന്ന് എന്താണ്ട് 10,000 രൂപയുടെ തുണിയാ. അവൻ പറഞ്ഞ അടിപൊളി ഷർട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് പറഞ്ഞ പോലെ തന്നെ കണ്ട അടിപ്പനടിയാൻ തയ്ച്ചു വെച്ചിട്ടുണ്ട്. നീ ആ ചുരുക്കം വരുമ്പോ എന്തോ ചേട്ടാ ഞാൻ അതാ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇത് നൈറ്റ് ഞാൻ പറയട്ടെ മിസ്റ്റർ, ഹലോ അച്ഛൻ, ഈ നൈറ്റ് തരാ നമ്മൾ ഇത് പിടിച്ചേ, ഈ നൈറ്റ് എങ്ങനെ പിടിച്ചേ ചേർത്ത് വെക്ക്. ഓ ഈ നൈറ്റ് നമ്മൾ ഇവിടെ വെച്ച് കണ്ടിച്ചു കഴിഞ്ഞാൽ ഷർട്ട് താഴത്തേക്ക് കിട്ടാൻ നൈറ്റ്, ഇത് വെള്ളമാണെങ്കിൽ നോക്കാം. അത് വേറെ വെറൈറ്റി. എന്നാ വേറെ ഐഡിയ കൂടി പറഞ്ഞത്, സൈഡ് നന്നായിട്ട് ചെയ്യാം. ആ അതാണ് ഞാനത് രണ്ടത്തരം പറയാതെ അവിടെ. ചേട്ടാ വേറൊരു കാര്യം, ഇപ്പൊ ഓണം വരാനിരിക്കുന്നു, ഓണത്തിന് ഒരുപാട് തിരക്കുണ്ടാവും. അതുപോലെ പിന്നെ ചേട്ടൻ ഈ തൊഴിലേക്ക് വന്നത് എങ്ങനെയാണ്, പാരമ്പര്യമായിട്ടാണോ? അല്ല, നമ്മുടെ കുടുംബത്തിൽ ഞാൻ മാത്രമേ, ചേട്ടൻ മാത്രമാണ്. ഞാൻ മാത്രമേ. പിന്നെ ഞാനും അപമാനമായിട്ട് അല്ലേ? അത് വലിയ കാര്യം പോയിക്കോളൂ. അപ്പൊ ചേട്ടൻ എങ്ങനെയാ ഈ തൊഴിലേക്ക് വന്നത്, എങ്ങനെയാ ഇതിനോടുള്ള താല്പര്യം എപ്പോഴാ വന്നത്? ആരെങ്കിലും കണ്ടിട്ടാണോ? അല്ല, എനിക്ക് ചെറുപ്പം പോലെ തയ്യക്കാരനാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. കാരണം അറിയാമോ, ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ പഠിത്തം പിന്നെ 3ാം ക്ലാസ് ചിലപ്പോ സാറന്മാരെ തല്ലി ഓടിച്ചു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോക്കറ്റ് അടിയായിട്ട് നടക്കരുത് ശരിക്കും പറഞ്ഞു. പോക്കറ്റ് അടി കൈ വിട്ട് കരുത്ത് വിട്ട് അങ്ങനെ തയ്യലിലേക്ക് വന്ന ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞതല്ലേ. അപ്പൊ ചേട്ടാ ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ ആരുടെ അടുത്താണ് ആദ്യം പഠിക്കാൻ വേണ്ടി പോയത്? എനിക്ക് 2 ഗുരുക്കളാണ് ഇവിടെ അടുത്തുള്ള 2 പേരുണ്ട്. ചൂടിന്റെ ഗുരുക്കളൊക്കെ വന്നത്. അവരുടെ 2 പേരുടെയും പേര്, ഒരാളുടെ പേര് വരദൻ, ഒരാളുടെ പേര് ചന്ദ്രൻ. ഇളയ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അപ്പൊ അവരുടെ ഒരു ഇതെങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്ന രീതിയും? ആദ്യം തന്നെ എന്താ പഠിപ്പിച്ചത്? അത് ആദ്യം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ബട്ടണുകളൊക്കെ ബട്ടണുകൾ വരിക, ബട്ടൺസ് കെട്ടുക, അത് കഴിഞ്ഞിട്ട് പിന്നെ മെഷീനെ നൂലിട്ടിട്ട് ലെവൽ അടിക്കുക, പിന്നെ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ പതുക്കെ പഠിപ്പിച്ച് പിന്നെ നിങ്ങളുടെ താല്പര്യം കൊള്ളാമെന്ന് തോന്നുമ്പോ ഓരോ കാര്യങ്ങൾ പതുക്കെ ഏൽപ്പിക്കും. അപ്പൊ എങ്ങനെ അവര് പിന്നെ ചീത്തയൊക്കെ പറയും, ശിക്ഷിക്കൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയൊക്കെ ചെയ്യും? ഇപ്പൊ ചോദിച്ചെന്നാ അവരെന്ത് പറയുവാണ്? ചീത്ത പറയുക, ഭരണം ചീത്ത പറയുക. അതേപോലെ നാട്ടുകാർ മൊത്തം ചീത്ത പറയണ ഒരു കാര്യമുണ്ട്, അറിയാവാ? ഇതാണ്, ഇത് യൂണിഫോമാ. ഇത്ര വൃത്തിയായിട്ട് യൂണിഫോം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ എടുത്തിട്ട് കട കത്തിച്ചോളെന്ന് പറഞ്ഞതാ. എത്ര എണ്ണം എടുത്ത് ആർക്കണ്ടൊക്കെ കൊടുത്തെന്നറിയാം. ഇതുപോലെ കൊണ്ടുപോകാൻ ആളുകൾ അവരോടൊക്കെ എന്തെങ്കിലും നക്കാവീച്ച വാങ്ങിക്കുവാൻ. ചേട്ടൻ മോശം. അതായത് ഇതുപോലെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി, ബാക്കി ഒരുപാടുണ്ടായിരുന്നു. ഇവരൊന്നും പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ല. പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ല. പിന്നെ വേറൊരു സംഭവം ചോദിക്കുന്നില്ല, ഇപ്പൊ ഇങ്ങനെ ഇതുപോലെ ശിഷ്യന്മാരൊക്കെ വരാറുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ ശിഷ്യന്മാരാരുമില്ല. വന്ന ഉടനെ ഗുരുവാണല്ലോ. അതെ. പിന്നെ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് തയ്യലിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച ഒരു സംഭവം ഇപ്പൊ ഒരു പ്രൊഫഷനായിട്ട് മാറുമ്പോൾ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയും. അതുവഴി ഇപ്പോ സിനിമയിലൊക്കെ നല്ല സാധ്യതയുണ്ട്. കോസ്റ്റ്യൂം ഡിസൈനർ, ദേശീയ അവാർഡൊക്കെ കിട്ടിയ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഇതിലുണ്ട്. അപ്പൊ പുതിയ ആളുകളോട്, ഇതിലേക്ക് വരുന്ന പുതിയ ആളുകളോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? പുതിയ പിള്ളേരോട് തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ പഠിക്കാൻ പറ്റുന്ന അല്ല, ഇപ്പൊ പഴയതുപോലെ നീ എന്താ കാണിക്കൂടാ? നീ എന്താ കാണിക്കും? ഇത് ഞാൻ നിന്നോട് നീ നേരെ മൂക്ക് ചീറ്റിയാ ഞാൻ ക്ഷമിച്ചു. പിന്നെ ഇത് കുത്തി വരക്കാനുള്ള സംഭവം അല്ല ഇത്. കേട്ടോ, കാശ് കൊടുത്ത് വാങ്ങിയാ ഞാൻ. അത് കുത്തി വെച്ച് തെളിയല്ല, പേനകളിയാണല്ലോ ഉപകരണമാണ്. ഞാൻ ഇതിനൊരു ഒരു വേഷം കൊടുക്കാൻ നിന്നതാ, ആ ഹനുമാന്റെ വേഷം. നീ കൊടുക്കില്ല, ചേട്ടൻ തരാൻ. ഇത് കൊള്ളാം കേട്ടോ, ഇത് നന്നായിട്ടുണ്ടല്ലോ ഡ്രസ്, നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. ഇതാരാ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളാ അച്ഛൻ. പക്ഷെ ഇത് ഞങ്ങളെ ഈ ഷർട്ട് എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാൻ ഗംഭീരായിട്ട്. ഹലോ, വളരെ മോശമായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മത സൗഹാർദ്ദ ഷർട്ട് എന്ന് പറയും, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതാണ് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വർഗീസിയേട്ടൻ മകന്റെ യൂണിഫോം ആയിട്ട് കൊണ്ടുവന്ന തുണിയിൽ ബാക്കിയുള്ളത്. ബാക്കിയുള്ളത് ഇത് ബഷീർക്ക് കൊണ്ടുവന്ന മകളുടെ യൂണിഫോമിന് ബാക്കിയുള്ളത്.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ചേട്ടൻ കൊണ്ടുവന്ന പുള്ളിയുടെ കൊച്ചുമോന്റെ യൂണിഫോമിന് ഈ സംഗതി പൊളിച്ചിട്ടുണ്ട്. സംഗതി പൊളിച്ചിട്ടുണ്ട്. പൊളിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. വലിയതായിട്ടുണ്ട്. ആ ഇത് നീയൊക്കെ എപ്പോഴാ ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കുന്നത്? നീ എന്താ? ചേട്ടാ please. എനിക്ക് ചേട്ടൻ മാത്രം ചെയ്തു, ചേട്ടൻ ചെയ്തു. എനിക്കെന്താ വെച്ചിട്ട് പോടായിരുന്നു. ഇതുകൊണ്ട് ഇത് തുണി മാത്രം മുറിക്കാനല്ല, അച്ഛന്മാരുടെ കഴുത്തും മുറിക്കാൻ പറ്റും. പിന്നെ സമയം ഇത്ര ആസ്വദിക്കാൻ എനിക്ക് പോകാൻ ടൈമായി. മേലിലേക്കാ മുകളിലേക്കുള്ള ബസ് പോകാൻ അതല്ലേ പറഞ്ഞ മേലിലേക്ക് എന്നാലും അവിടെ ബസ് കിട്ടുള്ളൂ. എന്താ മോനെ കഴിഞ്ഞ ദിവസം ഞാൻ തുണി കൊണ്ട് കൊടുത്തായിരുന്നല്ലോ ഇവിടെ. എന്നാ കഴിഞ്ഞ ആഴ്ച ഒരു പാന്റിന്റെ തുണിയായിരുന്നു. അതിന്റെ ബില്ല് നമ്പർ ഏതാണെന്നറിയോ? അതിലൊന്ന് നോക്കാം കേട്ടോ. ബില്ല് നമ്പർ എന്താ പേരെന്തായിരുന്നു? അതിലൊരു സംതിങ്. സന്ദീപ് എന്തായിരുന്നു? ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഗൾഫിലാണ്. ഗൾഫിലാണ്. അപ്പൊ സന്ദീപിന്റെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഇത് മൊത്തം റെഡിമെയ്ഡ് ഡ്രസ് പോലെയാണല്ലോ. റെഡിമെയ്ഡ് ആണ് ഇത്, പോലെയെന്നല്ല. സന്ദീപ് എങ്ങനെയാ പിന്നെ ഇവിടെ തയ്ക്കാൻ കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം എന്താണ്? ചേട്ടൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. നാട്ടിൽ നല്ല ഇതാണ്. അതെ അല്ലേ? അപ്പൊ ഇപ്പൊ ഇവിടെ കൊണ്ടുവരാനുള്ള റീസൺ അതന്നെ വല്ലപ്പോഴും ഞാൻ ഗൾഫിൽ നിന്ന് തുണി കൊണ്ടുവന്നായിരുന്നു. അത് പുള്ളിയെ കൊണ്ട് തയ്പ്പിക്കാൻ നല്ല മെറ്റീരിയൽ നന്നായിട്ട്. അതെ അതെ, തയ്ക്കാൻ ഇഷ്ടമല്ല. അത് കൊള്ളാം, നല്ല റേറ്റ്. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ സച്ചിൻ ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷിയില്ലേ ഗൾഫിന്റെ ഷർട്ട് മറ്റേത്, ഈ പുള്ളിയെ ഗൾഫിൽ നിന്ന് പുള്ളിയുടെ പെങ്ങടെ അല്ലേ പെങ്ങളുടെ കല്യാണം. പെങ്ങടെ കല്യാണം നാളെ. ചേട്ടൻ തയ്ച്ചു കഴിഞ്ഞു? അത് തുണി തയ്ച്ചു ഞാനാണ് ഓർഡർ എടുത്തത്, ഞാൻ തയ്ച്ചിട്ടുണ്ട്. കിട്ടിക്കാച്ചിയാക്കി അത് ഇട്ടിട്ടുണ്ടെങ്കിലല്ല തിളങ്ങും ചെലപ്പോ. നിങ്ങളെ കല്യാണം അന്ന് തന്നെ നടക്കും. എനിക്ക് ഞാൻ നേരത്തെ തമാശയൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഷർട്ട് തയ്ച്ചു എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. പാന്റ് 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 വെറും പാന്റല്ല, ഓക്കെ. അപ്പൊ അത് ഞാൻ തച്ചിലിരുന്ന് ഞാൻ ചെയ്ത സാധനമാണത്. എത്ര പണിതിട്ട് എനിക്ക് തൃപ്തി ഒന്നുമില്ല, അറിയാമോ? അതാണ് ഞാൻ അറിയാമോ? സാധനം എടുക്കട്ടെ, ഞാൻ നോക്കട്ടെ. അവൻ തയ്ച്ചു എന്ന് പറഞ്ഞു. നിങ്ങളല്ലേ തയ്ക്കാൻ? ഇവരല്ലേ തയ്ക്കാൻ? പുള്ളിയെ അയക്കാൻ ഏൽപ്പിച്ചേ. പുള്ളിയുടെ മകനാണ് ഇപ്പൊ തയ്ച്ചിട്ടുള്ളത്. നന്നായിട്ട് തയ്ച്ചു എന്നാ പറഞ്ഞു. എന്തായാലും നന്നായിട്ടുണ്ടാവുമായിരിക്കും. മറ്റേ ആൾക്കാരല്ലേ? മനസ്സിലായില്ലേ? അതെ, ഇങ്ങനെ ആണുങ്ങളെ പോലെ ചെയ്ത് നോക്കണം ഓരോ ജോലി, എന്നാലേ നമ്മുടെ കണക്ക് വെച്ചടി കയറ്റുണ്ടാവുള്ളൂ. അയച്ചു നോക്ക് കേട്ടാ. കൊള്ളടാ നീ, കൂലി കുട്ടണ്ടാ നീ കേട്ടാ. കാലണ്ടറാ അയച്ചു നോക്ക്. എന്താണിത്? ഞാൻ പാന്റല്ല തയ്ക്കാൻ കൊടുത്തത്. ഇതെന്താ തയ്ച്ചു വെച്ചേക്കണേ? അതാ ഞാൻ പറഞ്ഞ, ഞാൻ തച്ചിലിരുന്ന് തയ്ച്ചു വന്നപ്പോ ഞൊറിയൊക്കെ കേട്ടാ. ഇതെന്താണിത്? പാന്റിന് ഇതെന്താ ട്രൗസറും അല്ല ഇത്? ഇതെന്താ സംഭവം? എന്തത്? അത് ഞാൻ കുറച്ച് മുൻകൂട്ടി ചിന്തിച്ചു. ചേട്ടന്റെ പെങ്ങടെ കൊച്ചിന് കൊടുക്കാൻ, ചേട്ടന്റെ പെങ്ങടെ കൊച്ചിന് കൊടുക്കാൻ ചെയ്ത്. ഈ ഷോപ്പിന്റെ പേരെന്താണ്? കടയുടെ പേര് സൂപ്പർ ഗാർമെന്റ്സ്. സൂപ്പർ ഗാർമെന്റ്സ്. അതെ, ഇപ്പോഴാണ് ഇത് സൂപ്പർ ഗാർമെന്റ്സ് ആയത്. അല്ല ശരിക്കും ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? ഇപ്പോഴല്ല മോനെ ഇത് സംഭവിച്ചത്. ഒരു 30 വർഷത്തിന് മുമ്പ് ഒരു രാത്രി സംഭവിച്ചതാ.